എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പൂർണ്ണമായിട്ടും ഗജകേസരി യോഗത്താൽ ജീവിതത്തിൽ നന്മകൾ സംഭവിക്കുന്ന നക്ഷത്ര ജാതകർ. ഇവരുടെ ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ അവസാനിക്കുന്നതിൻ്റെ തെളിവുകൾ പലതും ഇപ്പോൾ കാണുന്നുണ്ട്. ഇവർക്കിനി ഒട്ടനവധി നന്മകൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു തർക്കവും വേണ്ട. ഇത് 100% വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഗജകേസരി യോഗത്താൽ ജീവിതം മെച്ചപ്പെടുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ നോക്കാം മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച്. വിദ്യാർത്ഥികൾക്കിനി ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വർഷം തന്നെ തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യാതൊരുവിധ ധനനഷ്ടങ്ങളും ഉണ്ടാകില്ല. പല പ്രകാരേണയുള്ള ധനാഗമങ്ങൾ ഇവർക്കുണ്ടാകും. കഠിനമായിട്ടുള്ള ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം നേടും. വഴിയാത്രയിലെ പല വിഷമതകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. പലവിധത്തിലുള്ള രോഗാരിഷ്ഠിതകളാൽ ബുദ്ധിമുട്ടും. ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. പലവിധ യാത്രകളും വേണ്ടിവരും. തൊഴിൽ രംഗത്ത് വേണ്ട രീതിയിൽ പുരോഗതി ലഭിക്കും. വിവാഹ ആലോചനകൾക്ക് തടസ്സങ്ങൾ മാറിവരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ക്ലേശിക്കും. ഈശ്വരാരാധനയ്ക്ക് പണം ചിലവഴിക്കും. ഭൂമി കച്ചവടത്തിൽ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കരുത്. ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിട്ട് ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും നല്ലതായിരിക്കും. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും വേണ്ട ഫലം കണ്ടു തുടങ്ങും. കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു ചേരും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. മനോവിചാരങ്ങളും ആദിയും കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. ധനാഗമങ്ങൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്, നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതയുണ്ട്. മനസ്സിന് സ്വസ്ഥത കുറയും. മുൻകോപം നിയന്ത്രിക്കണം. ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീവിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതകൾ കാണുന്നുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. ഉൾഭയം മാറിക്കിട്ടും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങൾ മാറിക്കിട്ടും. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. എല്ലാ കാര്യങ്ങളിലെയും അലസതകൾ മാറിക്കിട്ടും. ദാമ്പത്യ ബന്ധം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റു നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ഈ കാലഘട്ടത്തിൽ ലഭിക്കും. ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിൽ ആഴ്ത്തും.
ഉദരബന്ധിയായ രോഗങ്ങൾ, വായുകോപം ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് രോഗങ്ങൾ ചികിത്സ വഴി ഭേദപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വീട്ടിൽ ഇനി വരും ദിവസങ്ങളിൽ സ്വസ്ഥമായ ഒരു അന്തരീക്ഷമാണ്. വാടകവീടുകളിൽ താമസിക്കുന്നവർക്ക് വാടക വീടുകളിൽ നിന്നും സ്വന്തം ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ അവസരമുണ്ട്. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഒരു ജോലി സാധ്യത കാണുന്നു. ഏറ്റെടുക്കുന്ന പദ്ധതികൾ ഓരോന്നും വിജയിപ്പിക്കാൻ സാധിക്കും. ശരീരത്തിന് അനുഭവപ്പെടുന്ന ക്ഷീണം മാറിക്കിട്ടും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം. ദുർവ്യയങ്ങൾ മാറിത്തുടങ്ങും. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങൾക്കും സാധ്യതയുണ്ട്. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാകും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സഹായികളിൽ നിന്നും അപവാദം കേൾക്കും. മനോദുഃഖവും അലച്ചിലും ഈ സമയത്ത് കുറവായിരിക്കും. അലസതകൾ വിട്ടൊഴിയും. കേസുകാര്യങ്ങളിൽ വിജയിക്കും. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായിട്ട് ലഭിക്കും. പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തീർത്ഥയാത്രകൾ മുടങ്ങാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ആദിത്യൻ്റെയും കുജൻ്റെയും അനുഗ്രഹം ചിത്തിര നക്ഷത്ര ജാതകരുടെ കൂടെ തന്നെയുണ്ട്. പലവിധ ആപത്തുകളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം 2024 പ്രതീക്ഷിക്കാം. ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. സുഖശയനം ഉണ്ടാകും. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധിയായിട്ടുള്ള പ്രതിസന്ധിയും ഉണ്ടാകും. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും. വാക്കുദോഷം മൂലമുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനും ഈ സമയത്ത് സാധിക്കും. ചില മോശം കൂട്ടുകെട്ടുകൾ മൂലം അപമാനം ഏൽക്കേണ്ടതായിട്ട് വരുന്നതിനാൽ ഇതിൽ നിന്നൊക്കെ വിട്ടൊഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് ഏറെ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകും. ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും ഉള്ള വിഷാംശം ഉള്ളിലേക്ക് പോകുന്നത് പല ബുദ്ധിമുട്ടുകൾക്കും സാധ്യതകൾ കാണുന്നു. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കഫക്കെട്ട് മൂലമുള്ള തലവേദന, മുടികൊഴിച്ചിൽ, ത്വക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് ഒരു അറുതി ഉണ്ടാകും. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്തുന്നതിനാൽ ജീവിതത്തിൽ ഒട്ടനവധി വിജയം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും കാത്തിരിക്കുന്നത് ഈ ഒരു വർഷം നല്ല സമയമാണ്. ഭൂമി ഇടപാടുകളിലെ ബുദ്ധിമുട്ടുകൾ മാറി പ്രതീക്ഷിക്കുന്ന സമയത്ത് ഭൂകച്ചവടം നടത്താനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധിക്കും. പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കണം. അവർ വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കണം. ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നോക്കേണ്ടത് വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. വിശാഖം നക്ഷത്ര ജാതകർക്ക് സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ദൂരസ്ഥലങ്ങളിലുള്ള മക്കളെ ഓർത്ത് ആദി വർദ്ധിപ്പിക്കേണ്ട. ധനലാഭങ്ങൾ ഉണ്ടാകും. ധനകാര്യങ്ങളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം ഉണ്ടാക്കാനും സാധിക്കും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിവരും. നിശ്ചയിച്ച വിവാഹങ്ങളും നടക്കാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴും ആത്മസംയമനം പാലിക്കണം. കലഹവാസന എപ്പോഴും ഉണ്ടാകും. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങിവരും.
അഗ്നി യന്ത്രങ്ങൾ, രാസവസ്തുക്കൾ ഇവ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിക്കണം. പോലീസ് കേസുകളിൽ അകപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകും. ഗവൺമെൻറ് ഓഫീസുകളിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇവർ ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.